വിശുദ്ധിയെ അന്വേഷിക്കുന്ന നമ്മളിൽ പലർക്കും അതുപോലെ ഈ പുതിയ നിയമം മനസ്സിലാക്കുകയും അതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ അവരഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അതിലൊന്ന് കപടഭക്തിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മൾ ഈ സഭയിലായിരിക്കുന്നത് കാരണം നമുക്ക് ഒരു പേര് ഉണ്ട്, അതുപോലെ നമ്മുടെ സാക്ഷ്യം കാരണവും. നമ്മളെക്കുറിച്ച് തന്നെ ഒരു നല്ല ധാരണ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കും. അത് നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ധാരണയാണ്. നാം നമ്മുടെ രഹസ്യ ജീവിതത്തിൽ തെന്നിക്കൊണ്ടിരിക്കുമ്പോഴും അതാണ് നമുക്ക് സംഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അപകടം. നമ്മളിൽ സത്യമല്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ധാരണ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പരീശന്മാർ വളരെയധികം നീതിയെ പിൻഗമിക്കാൻ ആഗ്രഹിച്ച ഒരു കൂട്ടരാണ്. എൻ്റെ ധാരണ അതാണ്. യേശു ജനിക്കുന്നതിന് ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അവർ ആരംഭിച്ചത്. കാരണം അവരുടെ ചിന്ത ഇതായിരുന്നു: ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന യഹൂദന്മാർ ദൈവകൽപ്പന അനുസരിക്കുന്ന കാര്യത്തിൽ അവർക്കത്ര ഗൗരവമില്ല എന്ന്. ആ പരീക്ഷ പ്രസ്ഥാനം ആരംഭിച്ച ആദ്യത്തെ പരീശന്മാർ, ഞാൻ വിശ്വസിക്കുന്നു, നീതിയോടെ ജീവിക്കാൻ അവർ വളരെ ആത്മാർത്ഥമുള്ളവരായിരിക്കണം, അതുപോലെ വളരെ താഴ്മയുള്ളവരുമായിരുന്നു. എന്നാൽ എല്ലാ പ്രസ്ഥാനങ്ങളിലും സംഭവിക്കുന്ന പോലെ തന്നെ പയ്യെ പയ്യെ അതിൻ്റെ നിലവാരം ഇടിഞ്ഞു വന്നു. ഒരു പക്ഷെങ്കിൽ അവരുടെ നേതാക്കൻ പിന്മാറ്റത്തിലേക്ക് പോയി കാണും. അങ്ങനെ ആരംഭത്തിൽ ചെയ്ത പോലെ ആളുകളെ അവർ ഉത്സാഹിപ്പിച്ച് കാണുകയല്ല. അല്ലെങ്കിൽ ആദ്യമുണ്ടായിരുന്ന ആ നേതാക്കന്മാർ മരിച്ചു പോവുകയും പുതിയ നേതാക്കന്മാർ വരികയും ചെയ്തു കാണും. അവർക്ക് ആദ്യമുണ്ടായിരുന്ന അവരുടെ ആ ദർശനമില്ലായിരിക്കും. ക്രിസ്തീയ പ്രസ്ഥാനങ്ങളുടെ ആദ്യകാല ചരിത്രം വായിച്ചാൽ അത് തുടക്കമിട്ട നേതാക്കന്മാർക്ക് ദൈവത്തെ അറിയാമായിരുന്നു. പിന്നീട് വരുന്നവർക്ക് അതിൻ്റെ നേതാവിനെ മാത്രമേ അറിയത്തുള്ളൂ, ദൈവത്തെ അറിയില്ല. അതാണ് അപകടം. നല്ല പേരുള്ള ഒരു സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സംഭവിക്കാൻ കഴിയുന്ന ഒരു വലിയ അപകടമാണത്. യഹൂദന്മാർ വളരെ അഭിമാനത്തോടെ യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്. യോഹന്നാൻ സ്നാപകൻ അവരോട് പറഞ്ഞു, ദൈവത്തിന് അതൊരു വിഷയമല്ല. ദൈവത്തിന് ഈ കല്ലിൽ നിന്നും അബ്രഹാമിന് സന്തതി ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മുടെ മഹത്വം എന്ന് പറയുന്നത് നമ്മൾ NCCFൻ്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു സഭയുടെ ഭാഗമായിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉപദേശവുമല്ലത്. വെളിച്ചമാകേണ്ടത് നമ്മുടെ ജീവിതമാണ്. ജീവിതമാണ് വെളിച്ചമാകേണ്ടത്, നമ്മൾ വിശ്വസിക്കുന്ന ഉപദേശങ്ങളല്ല, അല്ലെങ്കിൽ നമ്മൾ ഏത് സഭയുടെ ഭാഗമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും പറയും, ശരി ശരി, എനിക്കിതൊക്കെ അറിയാം. എന്നാൽ നമ്മുടെ ജീവിതം അങ്ങനെയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, 48-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണൻ ആയിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുകയും. എനിക്കുറപ്പുണ്ട് നിങ്ങളെല്ലാവരും ഇത് വായിച്ചിട്ടുണ്ടെന്ന്. പുതിയ നിയമം വായിച്ചിട്ടുള്ള എല്ലാവരും കുറഞ്ഞ പക്ഷം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം വായിച്ചിട്ടുണ്ട്. ഗിരിപ്രഭാഷണം വിലമതിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. ഈ വേദഭാഗം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സൽഗുണപൂർണ്ണനാക്കും എന്നെഴുതിയിരുന്നെങ്കിൽ അത് നമുക്കൊരു വാഗ്ദാനമായിരുന്നു. എന്നാൽ ഇതൊരു വാഗ്ദാനമല്ല, ഇതൊരു കൽപ്പനയാണ്. നിങ്ങൾ സൽഗുണപൂർണ്ണനാകുമെന്നല്ല, സൽഗുണപൂർണ്ണനാകണം. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം, യേശു നമ്മളോട് പറഞ്ഞ ഇതുപോലെ ഒരു വാഗ്ദാനം നമ്മൾ ദൈവവചനത്തിൽ കാണുമ്പോൾ നിങ്ങളത് ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയില്ല. എനിക്കിതെങ്ങനെ അനുസരിക്കാൻ കഴിയും? അങ്ങനെയെങ്കിൽ നമ്മൾ ആ ഇടുങ്ങിയതും നേരെയുള്ളതായ പാത നമുക്ക് നഷ്ടമായി. ആ ഒറ്റ പ്രവൃത്തിയിലൂടെ ഞാനത് ഗൗരവത്തിലെടുക്കാതെ ഇരിക്കുമ്പോൾ
ഞാനത് വിട്ട് അടുത്ത വാക്കിലേക്ക് പോയി. ശരി, അവിടെ എന്താ പറയുന്നത് എനിക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ 1 ഡിഗ്രിയോ 5 ഡിഗ്രിയോ ആയിരിക്കും വ്യതിചലിക്കുന്നത്, എങ്കിലും നിങ്ങളുടെ വഴി നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ വഴി നിങ്ങൾക്ക് തെറ്റിയെന്ന് വിവേചനമുള്ള ഒരു സഹോദരന് മനസ്സിലാകും, നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കിയില്ലെങ്കിലും. എന്നാൽ ഗൗരവമുള്ളൊരു ക്രിസ്ത്യാനി അത് ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കും. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വാക്യം വായിച്ചപ്പം അന്ന് ശിഷ്യത്വത്തെക്കുറിച്ച് ഞാൻ ഗൗരവമുള്ളവനായിരുന്നില്ല. ഞാനത് വിട്ടിട്ട് അടുത്ത അധ്യായത്തിലേക്ക് പോയി. എന്നാൽ 46 കൊല്ലം മുമ്പ് ഞാൻ ക്രിസ്ത്യ ജീവിതത്തെ ഗൗരവമായിട്ട് കണ്ടപ്പോൾ ഞാൻ ഈ വാക്യത്തെയും വളരെ ഗൗരവത്തോടെ കാണാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതൊരു വാഗ്ദാനമല്ല, ഇതെന്നോട് ചെയ്യാനായിട്ട് നീ പറയുന്ന ഒരു കാര്യമാണ്. ഇത് നീ ചെയ്യുമെന്നല്ല നീ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് എനിക്ക് തന്ന ഒരു കൽപ്പനയാണ്. പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ ഞാനും സൽഗുണപൂർണ്ണനാകണമെന്ന് ചിന്തിച്ചു നോക്കൂ. യേശു എന്നോട് പറയുകയാണ്, ദൈവം സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ ഞാനും സൽഗുണപൂർണ്ണനായിരിക്കണമെന്ന്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കാൻ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ വാക്യത്തെ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടോ? അതോ ഈ വാക്യം വിട്ട് കളഞ്ഞിട്ട് അതൊന്നും സാരമില്ല, അതൊന്നും വലിയ കാര്യമല്ല? അതോ ഇതൊരു വാഗ്ദാനമായിട്ടാണോ നിങ്ങൾ എടുക്കുന്നത്, ഒരു ദിവസം ഞാൻ യേശുവിനെ പോലെ പൂർണ്ണനായി തീരുമെന്ന്? ഞാൻ പറയട്ടെ, ഞാൻ എന്താ ചെയ്തതെന്ന്. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കിത് മനസ്സിലാകുന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിച്ചപ്പോൾ ഞാൻ കണ്ടു, മിക്ക സമയത്തും ദൈവവചനത്തിൽ നിങ്ങൾക്കറിയാമോ, സദൃശവാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. അവിടെ പറയുന്നത്, നമ്മൾ സത്യങ്ങൾ കണ്ടെത്തുന്നത് വളരെ ആഴക്കുഴിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ വേദപുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗത്തിൻ്റെ ഉത്തരം കണ്ടെത്താനും കഴിയും. നിങ്ങൾക്കറിയാം, ആദാമിനോട് ദൈവം പറഞ്ഞത്, നിൻ്റെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് നീ അപ്പം ഭക്ഷിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്ക് ആത്മീക ഭക്ഷണം ലഭിക്കാനായിട്ട് നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കണം. ആത്മീയമായിട്ട് പറഞ്ഞാൽ ഞാനതിനു വേണ്ടി വേർപ്പൊഴുക്കുകയല്ല. ഞാൻ ഗൗരവമായിട്ട് ദൈവവചനം പഠിക്കുന്നില്ലെങ്കിൽ എനിക്ക് ആത്മീയ ആഹാരം കിട്ടുകയില്ല. ഒരു മടിയനായ മനുഷ്യൻ അവൻ വെറുതെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ അനേക ക്രിസ്ത്യാനികൾ മടിയന്മാരായിട്ടാണ് വചനം പഠിക്കുന്നത്, ഉദാസീനമായി. നിങ്ങൾ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന ജോലി അതെന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ ദൈവവചനം വായിക്കുന്ന പോലെ ഉദാസീനമായി നിങ്ങളുടെ ജോലി ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കിന്ന് ആ ജോലി നിലനിർത്താൻ കഴിയുമായിരുന്നോ? ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾക്ക് തുടരാൻ കഴിയുമായിരുന്നോ? ദൈവവചനം വായിക്കുന്ന അതേ ഉദാസീനതയോടെ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ തുടർന്നിരുന്നുവെങ്കിൽ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു, അനേകർ ദൈവവചനം പഠിക്കുന്ന അതേ ഉദാസീനതയോടാണ് ഈ ഭൂമിയിൽ അവരുടെ ജോലി അവർ ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ ജോലി അവർക്ക് നഷ്ടപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ ജോലി ചെയ്യുന്ന അനേക സഹോദരിമാർ അവരുടെ ഭക്ഷണം പാകം ചെയ്യുന്നത് ദൈവവചനം വായിക്കുന്ന അതേ ഉദാസീനതയോടാണ് അത് ചെയ്യുന്നതെങ്കിൽ അവരുണ്ടാക്കുന്ന ഭക്ഷണം രുചിച്ചു നോക്കാൻ കഴിയത്തില്ല, നിശ്ചയമാണ്. എന്നാൽ അനേക സഹോദരിമാർ എത്രയോ സൂക്ഷ്മതയോടാണ് രുചിയുള്ള ഭക്ഷണങ്ങൾ അവർ പാകം ചെയ്യുന്നത്. പാചകത്തിൻ്റെ ബുക്കുകളൊക്കെ വായിച്ച് ദൈവവചനം അങ്ങനെ വായിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അവർ ചെയ്യുന്ന ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ വേണ്ടി അവർ വളരെ തുടർ വിദ്യാഭ്യാസം നടത്തുന്നു. ജോലി സംബന്ധമായ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ തുടർമാനം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവവചനം അവരതുപോലെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവരുമായിരുന്നു. ഞാൻ നേവിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ ദൈവവചനം പഠിക്കാൻ ആരംഭിച്ചത്. എൻ്റെ ജോലി വിട്ട ശേഷമായിരുന്നില്ല. സത്യം പറഞ്ഞാൽ നേവിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ദൈവവചനത്തെപ്പറ്റി എനിക്ക് ആഴമായ അറിവുണ്ടായിരുന്നു. നമ്മൾ ചിന്തിച്ച ആ വാക്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതാണ്, ദൈവവചനത്തെ ദൈവവചനം കൊണ്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു മാർഗ്ഗരേഖ തരാം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എല്ലാ ദൈവവചനത്തെപ്പറ്റിയും ദൈവവചനത്തിൽ തന്നെ വേറൊരിടത്ത് പറയുന്നുണ്ട്. ദൈവം ഒന്ന് മറച്ചു വച്ചിരിക്കുകയാണ്. നിങ്ങൾക്കത് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഗൗരവത്തോടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ആളായിരിക്കണം. അതിൻ്റെ ഉത്തരം ഞാൻ കണ്ടെത്തി.
നിങ്ങൾക്കറിയാമല്ലോ, ഇത് യേശുവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് മത്തായി 5:48. ഈ ഗിരിപ്രഭാഷണം മറ്റൊരു സുവിശേഷത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ അതെവിടെയാണെന്ന്? നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ദൈവവചനം പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ മിക്ക ഭാഗങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗമുണ്ട്. നിങ്ങൾക്കറിയാമോ ഏത് സുവിശേഷത്തിലാണെന്ന്? അത് ലൂക്കോസ് 6-ലാണ്. ലൂക്കോസ് 6:20 മത്തായി 5:1 പറയുന്നു തുടങ്ങുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഞാൻ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഈ വചനം കണ്ടു. നിങ്ങളുടെ സ്വർഗീയ പിതാവായിരിക്കുന്നത് പോലെ. മത്തായി 5:48. എന്നാൽ ലൂക്കോസ് 6:38 അത് കുറേ കൂടെ വിവരിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നതുകൊണ്ട് നിങ്ങളും മനസ്സലിവുള്ളവരായിരിക്കും. അവിടെ എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. ഞാൻ പൂർണ്ണനായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്ന ഒരു മേഖലയേ ഉള്ളൂ. അത് ഇതാണ്. നാം പൂർണ്ണമായിട്ടും പാപത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കണമെന്നല്ല, അതൊരിക്കലും സാധ്യമല്ല. സ്നേഹത്തിൽ പൂർണ്ണമാകുന്നതും 1 യോഹന്നാൻ 3 ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്: എൻ്റെ ഹൃദയം പൂർണ്ണമായിട്ടും ദൈവത്തെ സ്നേഹിക്കുന്നതായിരിക്കണം. എന്നാൽ ആ പൂർണ്ണതയുള്ള സ്നേഹം ഈ ഭൂമിയിൽ വെച്ച് സാധ്യമല്ല. യേശുവിനെ പോലെ ഞാൻ ഒരിക്കലാകും, എന്നാൽ ഇപ്പോഴല്ലത്. പൂർണ്ണത ആവശ്യമുള്ള മറ്റ് പല മേഖലകളുണ്ട്. ഉത്തരം കഴിയില്ല എന്നാണ്. പല 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 മേഖലകളിൽ നമുക്ക് പൂർണ്ണരാകാൻ കഴിയില്ല. എന്നാൽ ഒരു മേഖലയിൽ മാത്രം നമ്മളെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നാം പൂർണ്ണരായിരിക്കണമെന്ന്. നിങ്ങൾ ഇതുവരെയും അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് മനസ്സലിവ്. മനസ്സലിവെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നാം അവസരം കൊടുക്കുന്നതാണ്. നിങ്ങൾ കരുണ കാണിക്കേണ്ട ഒന്നാമത്തെ ആൾ നിങ്ങളുടെ വിവാഹ പങ്കാളിയാണ്. കാരണം നിങ്ങൾ അവരുമായിട്ടാണ് എല്ലാ ദിവസവും ജീവിക്കുന്നത്. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, എന്നാൽ മിക്ക ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യയോട് മനസ്സലിവുള്ളവരല്ല. എന്നാൽ കഴിഞ്ഞ 60 കൊല്ലം ഞാൻ ക്രിസ്ത്യാനികളെ നിരീക്ഷിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അനേക ക്രിസ്തീയ വിഭാഗങ്ങളിൽ വിശുദ്ധിയെക്കുറിച്ച് അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ ഞാൻ കണ്ടത്, മിക്ക ക്രിസ്തീയ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരോട് കരുണ കാണിക്കുന്നവർ അല്ല. മിക്ക ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരോട് കരുണയുള്ളവരല്ല. അവർ വളരെ കർക്കശക്കാരാണ്. വിവാഹം കഴിഞ്ഞ നാളുകളിൽ കുഴപ്പമില്ലായിരിക്കും, എന്നാൽ വിവാഹത്തിന് ശേഷം കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ കരുണ നഷ്ടപ്പെട്ടു. അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് അവരോട് കരുണ കാണിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ നിനക്ക് വേണ്ടി എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ വ്യക്തിത്വത്തിലുള്ള ചില പോരായ്മകളായിരിക്കാം. ഒരുപക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് അറിയില്ലായിരിക്കും. നിന്നെപ്പോലെ മിടുക്കനോ സമർത്ഥനോ അവരായിരിക്കുകയില്ല. രണ്ടുപേരുടെ കാര്യത്തിലും, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കാര്യത്തിൽ. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സലിവെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ ഉൾക്കൊള്ളുന്നതാണ്. ദൈവം നിങ്ങൾക്ക് തന്ന കഴിവുകൾ ഒരുപക്ഷെ ദൈവം അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കി അവരെ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളവരെ ചെറുതായിട്ട് കാണരുത്. ഒരുപക്ഷെ നിങ്ങളൊന്നും പറഞ്ഞില്ലായിരിക്കും. നിങ്ങൾക്കറിയുമോ, നിങ്ങൾ ഒരാളെ കുനിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ എന്തെങ്കിലും പറയണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ വാക്കിനെ നിയന്ത്രിക്കാം. എന്നാൽ ആന്തരികമായി നിങ്ങൾ അവനെ വിലയില്ലാത്ത ഒരാളായിട്ട് കരുതാം. നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം അവനോ അവളോ നിന്നെപ്പോലെ ആയിരിക്കുകയില്ല, നിന്നെപ്പോലെ സാമർഥ്യം കാണുകയില്ല, നിന്റെ അത്രയും ബുദ്ധി കാണുകയില്ല, നിന്നെപ്പോലെ പെട്ടെന്ന് കാര്യം ഗ്രഹിക്കാൻ അറിയില്ലായിരിക്കും. അതാണ് കരുണയില്ലാത്ത മനോഭാവം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സംഭവിക്കുന്നത്, അങ്ങനെ കരുണയില്ലാത്ത ഒരു മനോഭാവം കാരണം നിങ്ങളെ ഒന്നാക്കി തീർക്കാനായിട്ട് ദൈവത്തിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. വിവാഹം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് 2 പേരെ ഒന്നാക്കി തീർക്കുന്നതാണ്. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ്. പലരായ നാം ദിവസം കഴിയുന്നതനുസരിച്ച് ഒന്നായി തീരുക. അത് ഒട്ടൊന്നും ഒരു ദിവസം കൊണ്ട് നടക്കുകയില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇങ്ങനെ ഒന്നാകുക എന്നത് നമുക്ക് തമ്മിൽ കരുണയില്ലെങ്കിൽ അസാധ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു മേഖലയിൽ നാം എല്ലാവരും ഈ ലോകത്തിൽ പൂർണ്ണത ആഗ്രഹിക്കേണ്ടതുണ്ട്. അത് കരുണയാണ്. എബ്രായർ 6:2 പറയുന്ന പോലെ ഈ കാര്യത്തിൽ നാം പൂർണ്ണത അന്വേഷിക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ഇതുവരെയും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ആ കാര്യത്തിനായിട്ട് ഉത്സാഹിപ്പിക്കുകയാണ്.
ഇന്ന് ആ വഴിയോട് നിങ്ങളുടെ യാത്ര ആരംഭിക്കുക. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വന്ന് നിങ്ങളുടെ ഓട്ടം ആരംഭിക്കുക. നിങ്ങൾ ഒരുപക്ഷെ വിവാഹിതനല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പേരോട് കരുണ കാണിക്കാറുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും അവരൊരു പക്ഷേ പഴയ രീതിക്കാരായിരിക്കാം, അവർ നിന്നിൽ നിന്ന് വളരെ വ്യത്യസ്തരായിരിക്കാം. ഒത്തിരി നല്ല വിശ്വാസികൾ അവരുടെ രക്ഷിക്കപ്പെടാത്ത മാതാപിതാക്കളോട് അവർ വളരെ കരുണയില്ലാതെ ആണ് ഇടപെടുന്നത്. ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ വഴികളെക്കുറിച്ച് ബോധ്യമില്ലായിരിക്കാം. കരുണ പരിശോധിക്കപ്പെടുന്നത് നമ്മളിൽ നിന്ന് വ്യത്യസ്തരായി ഒരാൾ പെരുമാറുമ്പോഴാണ്. നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് കൊണ്ട് നിങ്ങളും മനസ്സലിവുള്ളവരാകുവിൻ.